സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ, സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യങ്ങളും 1600 രൂപ ലഭിക്കേണ്ടവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. വിതരണം അടുത്തയാഴ്ചയോടെ തന്നെ സർക്കാർ ആരംഭിക്കുകയും ചെയ്യും. എന്നാൽ അതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നിലവിൽ പെൻഷൻ ലഭിക്കുന്നത് ഈ പ്രാവശ്യം മുതൽ വിതരണം നടക്കുന്നത് സംസ്ഥാനത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച ഗുണഭോക്താക്കൾക്കായിരിക്കും. ഈ വർഷം പെൻഷൻ അപ്രൂവായി അത് ലഭിച്ചുകൊണ്ടിരുന്നവർക്ക് മറ്റ് തടസ്സങ്ങളില്ല. എന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരുന്നു. അത് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് സഹായം ലഭിക്കുന്നത്. സേവനയുടെ പെൻഷൻ വെബ്സൈറ്റ് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിച്ചാലും നമ്മളുടെ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അതായത് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള തീയതിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇനി ചെയ്തിട്ടും എന്തെങ്കിലുമൊക്കെ പിശകുകൾ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. തടസ്സമില്ലാതെ തുക എല്ലാവർക്കും വിതരണമുണ്ട്. എന്നാൽ തുടർന്നുള്ള മാസങ്ങളിൽ വീണ്ടും 3200 രൂപ കൂടി വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതായത് നിലവിലുള്ള കുടിശ്ശികയിൽ ഇനി ശേഷിക്കുന്നത് 5 ഗഡുക്കളായിരുന്നു കുടിശ്ശിക ഉണ്ടായിരുന്നത്. അത് പല സമയത്ത് സർക്കാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. 1600 രൂപ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അത് വരുന്ന മാസം വിതരണം ചെയ്യുന്ന പെൻഷനോടൊപ്പം തന്നെ, അതായത് വരുന്ന മാസങ്ങളോടെ അനുവദിക്കുന്ന പെൻഷനിൽ ഈ തുക കൂടി ചേർത്ത് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമുക്കൊരു 3200 രൂപ കൂടി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ പെൻഷൻ്റെ കുടിശ്ശിക പൂർണ്ണമായിട്ട് സർക്കാർ തീർക്കുകയും ചെയ്യും. അതുമാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായിട്ടാണ് വിവിധ പദ്ധതികൾ മുൻപോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ കുടിശ്ശികയുള്ള വിവിധ സ്കീമുകളുടെ ആനുകൂല്യം എല്ലാവർക്കും നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായം വിതരണം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനിലും കുടിശ്ശിക വന്നിട്ടുണ്ടായിരുന്ന 1 ഗഡു കൂടി വിതരണം ചെയ്തിരുന്നു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇതുകൂടാതെ തന്നെ ശേഷിക്കുന്ന ഏറ്റവും വലിയ കുടിശ്ശിക ശേഷിക്കുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലാണ്. പക്ഷേ അതിന് സർക്കാരിൻ്റെ പ്രത്യേക സാമ്പത്തിക സഹായം ഈ സമയത്ത് അനുവദിച്ചിട്ടില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നീണ്ട മാസത്തെ ഒരു കുടിശ്ശികയാണ് ഇത്തരത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ശേഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അറിയിപ്പ് ഈ സമയത്ത് വരുന്നില്ല. അത് പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക. എങ്കിലും മറ്റുള്ള എല്ലാ ക്ഷേമനിധി ബോർഡിനും സർക്കാരിൻ്റെ പിന്താങ്ങുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇനി നമുക്ക് ശേഷിക്കുന്ന ആ കുടിശ്ശിക കൂടി വരുന്ന മാസങ്ങളോട് നൽകുമ്പോൾ ഇത്തരത്തിൽ പെൻഷൻ വിതരണം പരിപൂർണ്ണ തോതിൽ തന്നെ പൂർത്തിയാവുകയും ചെയ്യും. ഇനി ഇത് മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ ഈ ആനുകൂല്യങ്ങൾ എല്ലാവരുടെയും കൈകളിലേക്കും എത്തിക്കുകയും ചെയ്യും. പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകളൊന്നും ഇനി നമുക്ക് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ഒടുവിലായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം മസ്റ്ററിംഗ് മാത്രമായിരുന്നു. ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ഇളവുകളുടെ സമയമുണ്ട്. അത് അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ച് കൃത്യമായിട്ട് പോയി ചെയ്യുക. പക്ഷേ എത്രത്തോളം വൈകുന്നോ അത്രയും നാളെ നമുക്ക് പെൻഷൻ ഏതായാലും തടസ്സപ്പെടും. അത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുകയും വേണം. പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് അനർഹരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകളാണ്. അത് ചില മേഖലകളിൽ പരാതികൾ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്നാലും സംസ്ഥാന വ്യാപകമായിട്ട് ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങും പരിശോധനയും നടത്തുമെന്ന് കഴിഞ്ഞ ബജറ്റിൽ ധനകാര്യ വകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നു. പക്ഷേ അത് ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ അതിനുള്ള സമയം സർക്കാരിന് പക്ഷേ ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഇനി തുനിയുകയുമില്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. സെപ്റ്റംബറിലെ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് സ്വീകരിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.